നമ്മളിന്ന് ഡേ 1 അസൈൻമെൻറ്റിൻ്റെ സെക്കൻഡ് 1B ആണ് ചെയ്യാൻ പോകുന്നത്. അതിന് ലിങ്ക് ഓർക്കുക. ഡേ 1B ഏജൻറ് ആർക്കിടെക്ചേഴ്സ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കോപ്പി ആൻഡ് എഡിറ്റ് കൊടുക്കുക. അതിനുശേഷം ഒരു API കീ ജനറേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് ഗൂഗിൾ API സ്റ്റുഡിയോ തുറക്കുക. അതിനുശേഷം ക്രിയേറ്റ് API കീ കൊടുക്കുക, എന്തെങ്കിലും പേര് കൊടുക്കുക. പ്രൊജക്റ്റ് ഇമ്പോർട്ട് സെലക്ട് ചെയ്യുക, എന്തെങ്കിലും ചെയ്യുക. ഞാൻ നേരത്തെ സെലക്ട് ചെയ്ത പ്രൊജക്റ്റാണ് സെലക്ട് ചെയ്യണം, കുഴപ്പമില്ല, എന്തെങ്കിലും ചെയ്യാം. ക്രിയേറ്റ് കീ കൊടുക്കുക, കീ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം ആഡ് ഓൺസിൽ വരിക, സീക്രട്സ് ഞെക്കുക, ആഡ് എ സീക്രട്ട് കൊടുക്കുക, കീയുടെ വാല്യൂ കൊടുക്കുക. API കീ എന്നുള്ള പേര് തന്നെ കൊടുക്കുക, ഇവിടെ കൊടുത്തിട്ടുള്ള സെയിം പേര് തന്നെ അവിടെ കൊടുക്കുക. ശേഷം അത് ടിക്ക് മാർക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം API നമ്മൾ ഒതൻറ്റിക്കേറ്റ് ചെയ്യുക. ശകലം ഒന്ന് വെയിറ്റ് ചെയ്യുക, ചിലപ്പോൾ ഡിലേ വരും. അപ്പോൾ നമ്മുടെ API ഒതൻറ്റിക്കേറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം ADK കമാൻഡ്സ് ഇമ്പോർട്ട് ചെയ്യുക, റൺ കൊടുക്കുക, ഈ കമാൻഡ് റൺ കൊടുക്കുക. അതിലൊന്ന് വെയിറ്റ് ചെയ്യുക, സക്സസ്ഫുള്ളി ഇമ്പോർട്ടഡ് എന്ന് താഴെ വരും. ഇപ്പോൾ അത് ഇമ്പോർട്ട് ആയിട്ടുണ്ട്. അതിനുശേഷം റിട്രൈ ഓപ്ഷൻ, ഇത് റിട്രൈ ചെയ്യുക, ആദ്യം തന്നെ റൺ ചെയ്യുക. ഇല്ലെങ്കിൽ നമുക്ക് ചില സമയത്ത് ചില കോഡുകൾ റൺ ചെയ്യുമ്പോൾ അത് എറർ വരും. അതുകൊണ്ട് ആ ഫംഗ്ഷൻ ആദ്യം റൺ ചെയ്യുക. ഔട്ട്പുട്ട് ഒന്നുമില്ല, ജസ്റ്റ് റൺ ചെയ്താൽ മതി. അതിനുശേഷം റിസൾട്ട് ഏജൻറ്റ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുക. ശേഷം സമ്മറൈസർ ഏജൻറ്റ് ക്രിയേറ്റ് ചെയ്യുക, കാണുന്ന കോഡെല്ലാം റൺ ചെയ്യുക. ശേഷം നമുക്ക് ഇതിനകത്ത് വേറൊരു ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്ത് കൊടുത്താലും അത് ഔട്ട്പുട്ട് നൽകും. നമ്മുടെ ബോട്ട് വർക്ക് ചെയ്യുന്നതെന്ന് കാണിക്കുന്നു. അത്ര പഠിക്കേണ്ടവർക്ക് പഠിക്കാം, ഫുൾ കോഴ്സാണ്. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അത് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. അതിനുശേഷം അടുത്തത് റൺ ചെയ്യുക. ഔട്ട്ലൈൻ ഏജൻറ്റ് ക്രിയേറ്റ്, ഇനി റൈറ്റർ ഏജൻറ്റ് ക്രിയേറ്റ് ആവും. അടുത്തത് എഡിറ്റർ ഏജൻറ്റ് ക്രിയേറ്റ്, സബ്ജക്റ്റ് ക്രിയേറ്റ്. ഇതിപ്പോൾ ഇതിനെ പറ്റിയുള്ള കണ്ടന്റ് ഡിസ്പ്ലേ ആവും. നമ്മളിപ്പോൾ വേറെ എന്തെങ്കിലും കൊടുത്താൽ അതും ഡിസ്പ്ലേ വരും. സെക്ഷൻ 4 പാരഗ്രാഫ്സ് റൺ ചെയ്യുക. പഠിക്കേണ്ടവർ പഠിക്കുക. എല്ലാം ഇതുപോലെ റൺ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഫംഗ്ഷൻ ക്രിയേറ്റ് ആവുന്ന നമുക്ക് താഴെ ഔട്ട്പുട്ട് കാണിക്കും. താഴെ ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ വരും. കൺസോൾ ഞെക്കിയാൽ അത് കിട്ടുകയും ചെയ്യും. പിന്നെ ഇതിപ്പോൾ ഔട്ട്പുട്ട് വരും. അടുത്തത് റൺ ചെയ്യുക. ഇതിനകത്തൊന്നും സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ടാസ്ക് ഒന്നുമില്ല. അപ്പോൾ ജസ്റ്റ് എല്ലാം ഒന്ന് റൺ ചെയ്യുക, ഒന്ന് സേവ് ചെയ്ത് വെച്ചേക്കുക. അവർ ലോഗ് ചെയ്യുമോന്നൊന്നും അറിയില്ല, ജസ്റ്റ് റൺ ചെയ്യുക, സേവ് ചെയ്ത് വെച്ചേക്കുക. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു മെയിൽ ലഭിക്കും, ഇന്ന് ബാഡ്ജ് കംപ്ലീറ്റ് എന്ന് പറഞ്ഞ്. കൺഗ്രാജുലേഷൻസ്, സബ്മിഷൻ ഇസ് റിക്വയർഡ്. ഈ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ജസ്റ്റ് സേവ് ചെയ്യുക. ഞാനിപ്പോൾ 1B പേര് കൊടുത്തു, വീഡിയോ സേവ് ചെയ്തു. വീഡിയോ ലോ ആയിട്ട് സേവ് ചെയ്തു, അത്രേ ഉള്ളൂ.